ഹായ് ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇപ്പം എല്ലാവരും പൂരത്തിന്റെ തിരക്കായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മളിവിടെ കാത്തിരുന്ന് നമ്മുടെ അയ്യപ്പൻ വിളക്കിന് വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ ഇവിടെ അയ്യപ്പൻ വിളക്ക്. അതുപോലെ തന്നെ ശാസ്താപ്രീതിക്കായിട്ട് നടത്തിയിട്ടുള്ള പൂജ അഥവാ വഴിപാടാണ് അയ്യപ്പൻ വിളക്കായിട്ട് ആഘോഷിക്കാറുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ടൈമിലാണ്. അപ്പോൾ കുട്ടികളുടെ പരിപാടി ആയാലും ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുട്ടികളുടെ പരിപാടി ആയാലും ഗാനമേളയിൽ എന്തെങ്കിലും ആയിട്ട് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ല ഭംഗിയിട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും കുറേ നേരം അവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അയ്യപ്പൻ്റെ അമ്പലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു അമ്പലം കൂടിയാണ്. നമ്മൾ ന്യൂ ഇയറിന് വന്നു എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്ക്. അപ്പോൾ അന്ന് വന്നത് നമ്മൾ ഈ അമ്പലത്തിലേക്കാണ്. അന്ന് ഇവിടെ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റേജ് കെട്ടലും കാര്യങ്ങളും പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അടിപൊളിയാണ് മൊത്തത്തിൽ. മാത്രമല്ല നല്ല തിരക്കുണ്ട് ഈ അമ്പലത്തിൽ. ഇപ്പോൾ ഈ ഒരു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിലെ ഫുൾ ഡേയും നല്ല തിരക്ക് തന്നെയായിരിക്കും. എന്തായാലും നമ്മൾ ഈവനിങ് ടൈമിൽ വന്നാൽ കൂടി നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആകാശത്തേക്ക് അമിട്ടൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മുടെ ആവണിക്കുട്ടി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ആൾക്ക് ആ ഒരു കളറും അതുപോലെ തന്നെ ആ പൊട്ടുന്ന ഒരു സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. ആളിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ ആവണിക്കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെണ്ട കൊടുത്ത സൗണ്ടും ഇങ്ങനത്തെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് ഡാൻസ് കളിക്കാൻ ഒരു ടെൻഡൻസി ഇങ്ങനെ വരും. ഇപ്പോൾ വീട്ടിലായാലും പാട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആൾ നന്നായി ഡാൻസ് കളിക്കും. അപ്പോൾ എന്നാലും കുറേ നേരം അവൾ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളിപ്പാട്ട് നമ്മൾ അവൾക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഇത് ആനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആനേനൊക്കെ അടുത്ത് വെച്ച് നമ്മുടെ ആവണിക്കുട്ടി ഇന്നാണേ കാണുന്നത് അവൾ ജനിച്ചിട്ട്. അപ്പോൾ എന്തായാലും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ നമ്മളിതാ കുറേ നേരം അത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ നേരം നമ്മളിത് കൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് സമയമായേ. നമ്മൾ വന്നത് ഈവനിങ് ടൈമിലായാൽ കൂടി ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ട് കേട്ടോ രാത്രി. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുറേ നേരം കൂടെ നടന്നു. അതേപോലെ തന്നെ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴൊന്നും അത്ര തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയല്ലോ. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് തിരക്കായതുകൊണ്ട് നമുക്ക് അത്ര തണുപ്പറിയില്ല. എന്നാൽ കൂടി ഈ ഒരു ടൈം ആയപ്പോൾ കുറച്ച് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നാൽ നമ്മളിതാ ആവണിക്കുട്ടിക്ക് അടുത്തൊരു സംഭവം വാങ്ങിക്കൊടുത്തത് ഗതയാണ്. അതിന് അവളുടെ തലയിലൊരു കൂളിംഗ് ഗ്ലാസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ആവണിക്കുട്ടിക്കുള്ള കളിപ്പാട്ടം തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ പോകുന്നത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നമ്മളത് കൂടെ ഇങ്ങനെ നടന്ന് അപ്പോൾ നല്ല രീതിയിലുള്ള ബൊമ്മകൾ നല്ല രസമുണ്ട് കേട്ടോ. ആ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ പോയി ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിന് 2-3 സെലക്ട് ചെയ്ത് നമ്മൾ അതൊക്കെ ഒന്ന് വാങ്ങിയപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വിടുക. കാരണം ഇപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ ടൈം ആയിട്ട് നമ്മുടെ ആവണിക്കുട്ടിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ നമ്മുടെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട്. അതേപോലെ നമ്മുടെ ആവണിക്കുട്ടിനെയും കൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ അയ്യപ്പൻ വിളക്കിന് വരവാണിത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അവളെ കൊണ്ട് വന്നൊരു ടൈമിൽ ആൾക്ക് വെറും 3 മാസം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അവൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. അപ്പോൾ നമ്മളും അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അയ്യപ്പൻ വിളക്ക്. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ ഭാഗങ്ങളൊന്നും എടുത്തില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.